സജി ജോസഫ് എന്ന് പറയുന്ന ഈ കോട്ടയം DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സജി ജോസഫ് എന്താണ് അദ്ദേഹത്തിന് സീറ്റ് നിശ്ചയിച്ചാൽ കുട്ടനാടിൽ ഞാൻ സ്ഥാനാർത്ഥിയാവും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ്. ഇത് ഒരു കുട്ടനാടിന്റെ പ്രശ്നം മാത്രമാണോ? ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഈ അവസ്ഥയുള്ളത്. പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ കാര്യത്തില് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ മാത്രമല്ല മുസ്ലിം ലീഗിൽ പോലും ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇടതുപക്ഷത്തിൽ CPM-നുള്ള CPM-ൽ പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല, CPM-ൽ ഉണ്ടാകുന്ന പ്രശ്നത്തെയും ഇതും ഒരേപോലെ നിങ്ങൾക്ക് സമീകരിക്കാൻ കഴിയുന്നത്? വളരെ വ്യത്യസ്തമായ CPM-ന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ നന്നായി മറികടക്കാൻ അത് കഴിയും. മറികടന്നല്ലോ മറികടക്കുകയും ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ, ഞങ്ങളുടെ വികസനത്തെയും ക്ഷേമത്തെയും സംബന്ധിച്ച കാഴ്ചപ്പാട്, നവകേരളത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് അത് വെച്ച് ജനങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ്. ഇവിടെ എന്റെ പുതിയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചാൽ ആ വേദിയിൽ തന്നെ 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഒരു മഹാനാണല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യാണല്ലോ ലിസ്റ്റ് 55 പേർക്കപ്പുറത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത ഗതികേടില് നിസ്സഹായതയിലാണ് കോൺഗ്രസ് നേതൃത്വം.